ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അമ്മച്ചി എന്തൊക്കെ വേണം? എനിക്ക് 2 ഓയിൽ സാരി എടുക്കണം. മറ്റേ 2 സ്കേർട്ട്, പിന്നെ അതിനനുബന്ധിച്ചല്ല 2 കൂട്ടം അത് വേറെ എടുക്കണം. അപ്പോൾ കുറച്ച് സാധനം എനിക്കും കൂടി വാങ്ങണം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. എന്നാ പോയിട്ട് വരാം. ചേട്ടനെ കൂട്ടാതെ ഞങ്ങൾ പോകില്ലല്ലോ. വല്ലാന്ന് വിചാരിച്ചാ പറയുന്നത്. കുറെ സാധനം ഉണ്ട്, ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ചെല്ലാൻ പറഞ്ഞാൽ മതി. താര പിടിക്കട്ടെ. നമുക്ക് അടുക്കളയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും താര പിടിച്ചോളല്ലേ. നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായില്ല കേട്ടാ. നീ പോയിക്കോ. അത് താര ഉടിപ്പിച്ചു തന്ന്. എങ്ങനെയുണ്ട്? ഭംഗി വേണ്ട. 7 അഴക് പുറത്തിരിക്കും. അഴക് പുറത്ത് നിൽക്കും. അതിന്റെ പുറത്ത് നിങ്ങൾ സംസാരിച്ചോണ്ട് കേട്ടോണ്ടിരിക്കുവല്ലോ. അപ്പൊ എന്തൊക്കെ ഞങ്ങക്ക് വാങ്ങിത്തരുന്ന ഇന്ന് ചേട്ടൻ? അപ്പൊ നമുക്ക് പോയാലോ? ബ്രോഡ്വേയിൽ പോവാം. അവിടേക്ക് വല്ലതും ഉണ്ടാവുക നല്ലത്. എന്നെ ചായക്കാരിയൊന്നും വിളിക്കേട്ടാ. ഇല്ല, പഴംപൊരി നിർത്തി. അപ്പൊ എന്തൊക്കെയാണ് പ്ലാനിങ് ഇല്ലാത്ത യാത്രയാണ്. കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. പോയിട്ട് വരാലോ. അപ്പൊ നമ്മള് മേടിക്കാനുള്ള സാധനത്തിന്റെ ലിസ്റ്റ് ഒക്കെ വായിക്കട്ടെ. പപ്പടം കുത്തി 1. പപ്പടം കുത്തി മേടിക്കല്ലേ അമ്മച്ചി? റൈസ് കുക്കർ എന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് മനസ്സിലായെന്ന് ചോദിച്ചേ. അഞ്ചാറെണ്ണോ? 3 കുക്കർ പഴയതാ. 2 അടുക്കളയുടെ ഇതിന്റെ തിരുപ്പുണ്ട്. പിന്നെ 2 നിത്യം വെക്കുന്നത്. മൈക്ക് പൊക്കി പിടിച്ചേക്ക്. പിന്നെ അടുത്തത് ഏതൊക്കെ വായിച്ചിപ്പാ? കുക്കർ, മൂടിപ്പാത്രങ്ങള്, അടപ്പപാത്രം. നിങ്ങളിവിടുന്ന് മൂടിയെന്നല്ലോ പറയണ. അടപ്പെന്ന് ഞങ്ങ മറ്റേ ഇതിന് ഈ കുപ്പിയൊക്കെ ഇതിന് പൂള് അടപ്പ്. പിന്നെ നമ്മള് തീ കത്തിക്കുന്നത് അടപ്പ്. അടപ്പെന്ന് പറയണ. ചെറിയ കയ്യിലുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ എന്താ? സ്പൂൺ. തവി എന്ന് പറയും. കയ്യിലുകൾ എന്ന് പറയാറില്ല. അപ്പച്ചട്ടി ഒരെണ്ണം. ഓക്കെ അല്ലേ അത്? കലം ചെറുത് എന്തിനാടി? ചോറ് വെക്കാൻ. ഇപ്പൊ പാത്രം ഉണ്ട്, ഇത്തിരി പഴയതായോണ്ടാ. അമ്മച്ചിയെ പണ്ട് ഉപയോഗിച്ചിരിക്കുന്ന പാത്രം ഇപ്പോഴും ഉപയോഗിച്ചിട്ടിരിക്കണ, മാറ്റൂല. പിന്നെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇടാനുള്ള ചെറിയ കൊട്ട, ഭംഗിയുള്ള കൊട്ട ഒരെണ്ണം വേണം. വാഷിംഗ് ബേസിൻ ഇല്ലേ നമ്മുടെ സിങ്ക് കിച്ചണിലെ, അത് കഴുകാനുള്ള ബ്രഷ്. ചോറ് തിന്നുന്ന സ്റ്റീൽ പാത്രം 2 എന്നാലോ 2 മേടിക്കണം അല്ലേ? പിന്നെന്താ? ചെറിയ ടിന്നുകൾ എന്തിനാ അമ്മച്ചി? ആ ടിന്നല്ല, നമ്മള് ചെറിയ മറ്റേ ഇതൊക്കെ ഇടാൻ വേണ്ടി ഏലക്ക സാധനങ്ങള് കൊണ്ടുവരുമ്പോ വെക്കാനുള്ള ടിന്നും. പിന്നെ ആനമുട്ട. ആനമുട്ട പുൾസ അടിക്കാൻ. ഏത്? നാടൻ കോഴിയുടെ മുട്ട. മുട്ട എന്തിനാ പഞ്ഞാൾക്കാരുടെ മരുന്ന് പറഞ്ഞത്? വെട്ടിക്കുടിക്കണമെന്ന് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തേ. എന്ന് പറഞ്ഞു കൊടുത്തേ. ടിപ്സ് ആണത്. മുട്ടേ പാലില് ചൂട് പാലില് വെട്ടണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്നിട്ട് നല്ലപോലെ സ്പൂൺ കൊണ്ട് വെട്ടി ഈ പാല് ഒഴിച്ചു വെടുക്കണം. 1/2 ഗ്ലാസ് മതി കേട്ടാ. പഞ്ചസാര ഇടുവോ? പഞ്ചസാരക്ക് ഇടുവോ? പഞ്ചസാര ഇടാം. വേറെ എന്തെങ്കിലും ചേർക്കുവോ? വേറെ ഒന്നും ചേർക്കല്ലോ. ഇപ്പൊ എങ്ങനെ നെയ്യൊന്നും പാടില്ലല്ലോ, നെയ്യൊക്കെ ചേർക്കുമല്ലോ. പാലിലല്ലേ? പാല് തിളപ്പിച്ചിട്ട് ചൂടോടുകൂടി മുട്ട പൊട്ടിച്ചിട്ട് മുട്ട പുളിസയായി പോവില്ലേ? ഇല്ല, മുട്ട നല്ലപോലെ ഗ്ലാസ്സിൽ തന്നെ വെച്ച് വെള്ളിക്കൽ കൊണ്ട് വെട്ടണം. ആദ്യം വെട്ടണം അല്ലേ? മുട്ട മുമ്പ് പൊരിക്കാനെടുക്കാൻ വെട്ടിയിട്ട് പാലിന്റെ ചൂട് 20 ആറ് കഴിയുമ്പോ പിന്നെ വെട്ടി പാലൊഴിച്ചു കൊടുക്കാം.
ആ മുട്ട ഒഴിക്കുക, ഇത് ഇളക്കുക അല്ലേ, പാല്. അത് നമ്മുടെ ഇതിലായിരിക്കണം അല്ലേ, ചില്ലി ഗ്ലാസ്സിൽ. ചില്ലി ഗ്ലാസ്സിൽ അത് കുടിച്ചാൽ എന്താ ഗുണം? കുടിച്ചാൽ അങ്ങനെ അപ്പച്ചൻ വരുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പച്ചൻ വൈദ്യനായിരുന്നേ. അപ്പച്ചൻ വൈദ്യൻ അത് എന്തിനുള്ള മരുന്നാണ്? മരുന്ന് അപ്പച്ചൻ പറഞ്ഞില്ല, അവരോട് വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾ ഇത് വെട്ടിയിട്ട് അത് 2 നേരം കിടക്കാൻ നേരത്തെ രാത്രി ചുമ മാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാറും. ചുമ മാറണമെങ്കിൽ പട്ടക്കറിയാകുമ്പോൾ ഏലക്കൊക്കെ ചേർത്ത് പൊടിച്ച് അതിൻ്റെ പൊടി അരിച്ചിടണം. കുറേ ടിപ്സൊക്കെ അമ്മച്ചിക്ക് അറിയാല്ലേ? നാടൻ ഭാഷയൊക്കെ നാടൻ മരുന്നൊക്കെ അപ്പത്തിന് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്ക് പൊടിച്ച് അരിച്ച് ഇടുക. അപ്പോൾ തൽക്കഷണമൊന്നും ഉണ്ടായാൽ നേരെ തടസ്സം കൂടാതെ ഉള്ളിലേക്ക് വരും. അടുത്ത ലിസ്റ്റ് കാണിക്ക്. അത് ലിസ്റ്റ് ഒന്നുമില്ല, ഇനി അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇനി അമ്മച്ചിക്കുള്ള ലിസ്റ്റ് ഉണ്ട്. അമ്മച്ചിക്ക് എന്താ ലിസ്റ്റ് പറ. അമ്മച്ചി സാരി വേണം, സ്കേർട്ട് വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അമ്മച്ചിക്ക് വേണം. പറഞ്ഞ അമ്മച്ചി എന്തൊക്കെ വേണം? അത് ഇതാരൊക്കെ അറിയാം. പറ. സാരി വേണം, സാരി, ആ സ്കേർട്ടും. സ്കേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പാവാട. പാവാട. സ്കേർട്ട് എന്ന് പറഞ്ഞാൽ തീരെ അറിയില്ല അല്ലേ? ഞാൻ എനിക്കറിയാൻ പോലെ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ആ കാറിൽ വെക്കാല്ലേ, വണ്ടിയിൽ വെക്കാല്ലേ അല്ലേ? പ്ലാസ്റ്റിക് പാത്രം ഇവിടെ കിട്ടും. പ്ലാസ്റ്റിക് പാത്രം വേണ്ട. പ്ലാസ്റ്റിക് പാത്രം, സ്റ്റീൽ പാത്രം ഉണ്ട്, അവിടെ ഉണ്ടാവും. ഇവിടെ വീടോടെ എല്ലാവരുടെയും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥന ഇനി താരക്കും താരുടെ ഭർത്താവിനും വേണ്ടി അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ആ ഇവിടെ അടുത്താ. അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നേരിട്ട് കാണാൻ പറ്റിയല്ലോ. താരേനെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. ഈശാന്ന് പറഞ്ഞാലും ഇങ്ങനെ കൊണ്ട് അമ്മച്ചിയൊക്കെ നടക്കുന്ന കാണുമ്പോൾ ഞങ്ങള് അപ്പൊ ശരി. സാധനങ്ങൾ അതാണ് നമുക്ക് ആവശ്യം. കൂട്ടി വായിപ്പിച്ച് ശരി. ശരി. ഹലോ. ബ്രോഡ്വേയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ വേണം. ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങാറുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പാത്രങ്ങളൊക്കെ തൂക്കിയെടുക്കാം കേട്ടോ. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. പക്ഷേ 2 കാര്യങ്ങൾ കിട്ടിയില്ല. ബ്രഷ് കിട്ടിയില്ല, അതുപോലെ തന്നെ പപ്പടം കുത്തി ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോവാട്ടോ. എല്ലാത്തിനും സപ്പോർട്ടാണ്. അമ്മച്ചിയുടെ മീൻകറി കപ്പയൊക്കെ ഞങ്ങൾക്ക് എല്ലാ വീഡിയോ കാണാറുണ്ട്. അടിപൊളിയാണ്. കല്യാണം വിളിക്കാൻ പറ്റിയില്ല. സന്തോഷം. കാണാൻ പറ്റില്ല. വളരെ സന്തോഷം. ഓക്കെ, പോയിക്കോട്ടെ. ശരി. ഇനി നമുക്ക് ചായ കുടിക്കാം. ഇവിടെ കയറാം. വാ വാ വാ. ഇവിടെ ഇതുണ്ടേ, സ്റ്റെപ്പുണ്ട്. അമ്മച്ചി ഇവിടെ ഇല്ലേ, ഞാനും ചേട്ടനല്ലേ കല്യാണത്തിന് മുമ്പേ ഇവിടെ വന്ന് ചായയൊക്കെ കുടിക്കാറുണ്ട്. പരിചയമുണ്ട്. പറ, എന്താ വേണ്ടേ? എന്താ വേണ്ടേ? നിങ്ങൾ മേടിക്കണേ ഏതാണ്ട് മതി. അങ്ങനെ ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് അടുത്ത ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം. എൻ്റെ ഹോസ്റ്റൽ ചെരുപ്പടി അവിടെയാണ് ഞാൻ കാണാൻ ചെല്ലണത്. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാൻ വരുമെന്ന് അറിയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ പോത്തീസിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് പോത്തീസിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങൾക്ക് അമ്മച്ചിക്കൊരു സാരി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അമ്മച്ചിക്ക് അവിടെ എത്തിയിട്ട് ഒരുപാട് സാരിയൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ട കളർ എന്താണെന്ന് അറിയോ? പച്ച കളറാണ് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ പച്ച എടുത്തു. അങ്ങനെ അമ്മച്ചിക്കുള്ള സാരി സെലക്ട് ചെയ്തു. 2 സാരി എടുത്തു. അതിനുശേഷം എനിക്ക് ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ടോപ്പൊക്കെ നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അമ്മച്ചി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്രാവശ്യം ടോപ്പ് എടുക്കേണ്ട, കോട്ട് സെറ്റ് എടുക്കാമെന്ന്. അങ്ങനെ ചേട്ടൻ എനിക്ക് 2 കോട്ട് സെറ്റ് സെലക്ട് ചെയ്തു. അത് 2ഉം അടിപൊളിയായിരുന്നു. നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. ചേട്ടനെ പരിചയമുള്ളതുകൊണ്ടേ ഞങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടും കിട്ടി. അങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് നേരം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമായി, രാത്രിയായി. അപ്പോൾ ഇനി പോകുന്ന വഴിയിൽ ഒരു കട്ടനൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അമ്മച്ചി എന്താ പറയാനുള്ളത്? നമ്മൾ കയറിയ കടകൾക്കൊക്കെ വളരെ സ്നേഹത്തോടുകൂടി അവിടുത്തെ തുണിക്കട കയറിയിട്ടാണ് അവൾ പോത്തീസ് എന്ന കടയിലാണ് ഞങ്ങൾ കയറിയത്. അവിടുത്തെ പെൺകിടാങ്ങളെ എല്ലാവരും ഞങ്ങളെ സ്നേഹത്തോട് പെരുമാറി. അവരോട് നിങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ കടയിൽ പോയി എടുക്കുക. എല്ലാം നല്ല സമീപനമാണ്. സ്നേഹത്തോടെ എവിടെ വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോവുകയും ഉച്ചക്ക് ഇറങ്ങിയതാണ്ടോ? ഒരുപാട് താമസിച്ചില്ല താരെ? ഒരുപാട് താമസിച്ചു. അപ്പൊ പിന്നെ ഈ ബ്രോഡ്വേന്ന് തന്നെ എടുത്തിട്ട് ഒരുപാട് സമയം എടുത്ത്. പോത്തീസിൽ കയറിയിട്ട് 2-2.5 മണിക്കൂർ വെറുതെ പോയി അല്ലേ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് അവർ കൊണ്ടുവന്ന് തരികയും ചെയ്യും. ശനിയാഴ്ച ദിവസമായിട്ടേ ഭയങ്കര തിരക്കായിരുന്നു. അമ്മച്ചിക്ക് എന്താ പറയാനുള്ള? വളരെയേറെ സമീപനമായിരുന്നു ആ ജോലിക്കാരെല്ലാവരും ഞങ്ങളോട്. അമ്മച്ചിക്ക് ഈ പോത്തീസിന്റെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അത് മാത്രം തുറന്ന് പറയാനുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.